Hi everyone, welcome to Arma Vibes Grammar Class Day 2. ഇന്ന് നമുക്ക് പാർട്സ് ഓഫ് സ്പീച്ച് പഠിച്ചാലോ? കുട്ടിക്കാലത്ത് പഠിക്കുന്നതാണെങ്കിലും എല്ലാവർക്കും ഡൗട്ടുള്ള ഒരു ടോപ്പിക്കാണ് പാർട്സ് ഓഫ് സ്പീച്ച് ഏതൊക്കെയാണ് എന്നുള്ളത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. There are 8 parts of speech in English. Which are they? ഇവ ഓരോന്നും ഏതൊക്കെയാണെന്നും എക്സാമ്പിൾസും പഠിക്കാം. Noun, pronoun, verb, adjective, adverb, preposition, conjunction and interjection. These are the 8 parts of speech in English. ഓരോന്നിൻ്റെയും ഡെഫിനിഷനും എക്സാമ്പിൾസും വ്യക്തമായി പഠിക്കാം. The first one is noun. എന്താണ് noun? Name of a person, place, thing, animal or idea. ഒരു പേഴ്സണിൻ്റെ, ഒരാളിൻ്റെ പേര്, അല്ലെങ്കിൽ ഒരു പ്ലേസിൻ്റെ പേര്, അല്ലെങ്കിൽ ഒരു തിങ്ങിൻ്റെ പേര്, ആനിമലിൻ്റെ പേര്, ഒരു ഐഡിയയുടെ പേര്, ഇതിനെയാണ് നമ്മൾ നൗൺ എന്ന് പറയുന്നത്. എക്സാമ്പിൾ രാം, സീത, ലണ്ടൻ. ഇനി ലണ്ടന് സിറ്റി എന്ന് പറഞ്ഞാലും നൗണാണ്. ബുക്ക്, ഇനി ബുക്കിൻ്റെ ഒരു ബുക്കിൻ്റെ പേര് പറഞ്ഞു, ഗളിവേഴ്സ് ട്രാവൽസ്, അതും നൗണാണ്. ക്യാറ്റിൻ്റെ പേര് പറഞ്ഞാലും നൗണാണ്. ലവ്, ഡിസപ്പോയിൻമെൻറ്റ്, ബ്യൂട്ടി, ഇതെല്ലാം നൗൺസാണ്. The second one is pronoun. What is pronoun? എന്താണ് pronoun? A word is used instead of a noun. ഒരു നൗണിന് പകരം യൂസ് ചെയ്യുന്ന വേർഡിനെ നമ്മൾ pronoun എന്ന് പറയും. ഫോർ എക്സാമ്പിൾ രാമിന് പകരം നമ്മൾ ഹീ എന്ന് പറയാം. സീതയ്ക്ക് പകരം ഷീ എന്ന് പറയാം. ഒരു ആനിമലോ ഒരു തിങ്ങോ ആണെങ്കിൽ ഇറ്റെന്ന് പറയാം. ഇനി പ്ലൂറൽ കേസ് ആണെങ്കിൽ ഒത്തിരി എണ്ണമുണ്ടെങ്കിൽ ദേ പറയാം. നെക്സ്റ്റ് വൺ ഈസ് verb. What is verb? A word that expresses an action, occurrence or a state of being. നമ്മളൊരു ആക്ഷൻ്റെ പേര് പറഞ്ഞാൽ, അതായത് സിങ്, റീഡ്, അതുപോലെ അത് ഹാപ്പൻ ചെയ്യുന്നത്, അതുപോലെ അതിൻ്റെ സ്റ്റേറ്റ് ഓഫ് ബീയിങ്. ഇപ്പോൾ ഹീ ഈസ് എ ഗുഡ് ബോയ്, അവിടെ ഈസ് എന്ന് പറയുന്നത് വേർബാണ്. ഷീ ഹാസ് എ കാർ, അവിടെ ഹാസ് എന്ന് പറയുന്നതും വേർബാണ്. ഇനി റീഡ്, ലിസൺ, ടീച്ച്, റൺ, ജംപ്, ഈറ്റ്, ഇതെല്ലാം വേർബാണ്. നെയിം ഓഫ് ആക്ഷൻ ഇസ് കോൾഡ് വേർബ്. ഒരു ആക്ഷൻ്റെ പേരിനെയാണ് നമ്മൾ വേർബ് എന്ന് പറയുന്നത്. ഇനി വേർബ്സിനെ പലതായിട്ട് തിരിക്കാം. ഓക്സിലറി വേർബ്സ്, മെയിൻ വേർബ്സ്, അങ്ങനെ പല ടൈപ്പ് ഉണ്ട്. അത് വേറൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. നെക്സ്റ്റ് ഈസ് ആൻ adjective. What is adjective? A word that describes or modifies a noun or a pronoun. ഒരു നൗണിനെയോ പ്രൊനൗണിനെയോ മോഡിഫൈ ചെയ്യുക അല്ലെങ്കിൽ വിശേഷിപ്പിക്കുക എന്ന് പറയും. അതിനെയാണ് നമ്മൾ adjective എന്ന് പറയുന്നത്. ക്യൂട്ട്, ടോൾ, സ്മോൾ എക്സെട്ര. ക്യൂട്ട് ബേബിയിൽ ബേബി എന്ന് പറയുന്നത് നൗണാണ്. അപ്പോൾ ആ നൗണിനെ വിശേഷിപ്പിക്കുകയാണ് ക്യൂട്ട് എന്ന വേർഡ് കൊണ്ട്. ഡോൾ ഇസ് എ നൗൺ, ആ നൗണിനെ വിശേഷിപ്പിക്കുകയാണ് ബ്യൂട്ടിഫുൾ. നെക്സ്റ്റ് ഇസ് adverb. A word that modifies a verb, an adjective or another adverb. ഇത് കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട, ഇറ്റ് വിൽ ബി ഈസി. ജസ്റ്റ് ലിസൺ ടു മീ. ഒരു വേർബിനെയോ ഒരു അഡ്ജക്റ്റീവിനെയോ മറ്റൊരു ആഡ്വേർബിനെയോ വിശേഷിപ്പിക്കുന്നതാണ് ആഡ്വേർബ്. അതായത് ഒരു എക്സാമ്പിൾ പറയാം. വാക്ക്ഡ് ക്വിക്ക്ലി. വാക്ക്ഡ് ഈസ് എ വേർബ്. വാക്ക്ഡ് എന്ന് പറയുന്ന ഒരു വേർബാണ്. അപ്പോൾ എങ്ങനെ നടന്നു? ഹി വാക്ക്ഡ് ക്വിക്ക്ലി. സോ ക്വിക്ക്ലി ഈസ് ആൻ ആഡ്വേർബ്. അപ്പോൾ ഈ ക്വിക്ക്ലി എന്ന് പറയുന്നത് വാക്ക്ഡ് എന്ന് പറയുന്ന വേർബിനെയാണ് വിശേഷിപ്പിക്കുന്നത്. ലൈക്ക് വെരി ഫാസ്റ്റ്. So here very is an adverb, fast is another adverb. ഫാസ്റ്റിനെ വിശേഷിപ്പിക്കാനായിട്ട് മറ്റൊരു ആഡ്വേർബായ വെരി യൂസ് ചെയ്യുന്നു. ലൈക്ക്വൈസ് എക്സ്ട്രീംലി ബ്യൂട്ടിഫുൾ. ബ്യൂട്ടിഫുൾ ഈസ് ആൻ അഡ്ജക്റ്റീവ്. ഒരു അഡ്ജക്റ്റീവിനെ മോഡിഫൈ ചെയ്യാനും എന്ത് യൂസ് ചെയ്യും? ആഡ്വേർബ് യൂസ് ചെയ്യും. ഇവിടെ എക്സ്ട്രീംലി ഈസ് ആൻ ആഡ്വേർബ്. ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ ഫോർ യു. നെക്സ്റ്റ് ഇസ് പ്രിപ്പോസിഷൻ. A word that shows the relationship between a noun or pronoun and other words in a sentence. ഒരു നൗണിനെയോ പ്രോനൗണിനെയോ മറ്റ് വേർഡ്സ് ഒരു സെൻറ്റൻസിലെ മറ്റ് വേർഡ്സുമായിട്ട് കണക്ട് ചെയ്യുന്നതിനെ നമ്മൾ പ്രിപ്പോസിഷൻ എന്ന് പറയും. ഇൻ, ഓൺ, ഫ്രം, ഓഫ്,
ഫോർ, എബോവ്, ബിലോ ഇങ്ങനെ തുടങ്ങി ഒത്തിരി പ്രിപ്പോസിഷൻസ് ഉണ്ട്. Let us learn conjunction. A word that connects words, phrases or clauses. രണ്ട് വേർഡ്സിനെയോ രണ്ട് ഫ്രേസസിനെയോ രണ്ട് ക്ലോസസിനെയോ കണക്ട് ചെയ്യുന്നതാണ് കൺജങ്ഷൻ. ആൻഡ്, ബട്ട്, ഓർ, ഓൾദോ ഇതെല്ലാം കൺജങ്ഷനാണ്. ഇനി ഫ്രേസസും ക്ലോസും എന്താണെന്ന് അറിയണമെങ്കിൽ മറ്റൊരു വീഡിയോയിൽ കാണാം. ഒരു എക്സാമ്പിൾ നോക്കിയേ. റാം ഇസ് എ ഗുഡ് ബോയ് ബട്ട് ഹീ ഈസ് ലേസി. ഇവിടെ രണ്ട് ക്ലോസസ് നമ്മൾ ജോയിൻ ചെയ്തു. അതുപോലെ രാം ആൻഡ് സീത ആർ ഗുഡ് ഫ്രണ്ട്സ്. ദാറ്റ് ഈസ് അനദർ എക്സാമ്പിൾ. ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് ഇൻ്റർജെക്ഷൻ. എ വേർഡ് ഓർ ഫ്രേസ് ദാറ്റ് എക്സ്പ്രസ്സസ് സ്ട്രോങ് ഇമോഷൻ ഓഫൺ സെറ്റ് അപ്പാർട്ട് ബൈ പങ്ക്ച്വേഷൻ. ഒരു പങ്ക്ച്വേഷൻ മാർക്ക് കൊടുത്ത് ഒരു എക്സ്ക്ലമേഷൻ മാർക്ക് കൊടുത്തിട്ട് എഴുതുന്ന സ്ട്രോങ് ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുന്നതാണ് ഇൻ്റർജെക്ഷൻ. Oh, wow, it was a beautiful scene. What a beautiful flower it is. ഇങ്ങനെ നമ്മുടെ ഉള്ളിലുള്ള സ്ട്രോങ് ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇൻ്റർജെക്ഷൻ. ചില വേർഡ്സ് ആണത്. ഇൻ്റർജെക്ഷൻ എന്ന് പറയുന്നത് സം വേർഡ്സ് ലൈക്ക് അലാസ്, മൈ ഡോഗ് ഇസ് ഡെഡ്, ഇതൊക്കെയാണ് ഇൻ്റർജെക്ഷൻ എന്ന് പറയുന്നത്. നൗൺസ്, പ്രൊനൗൺസ് എന്നിവയ്ക്കെല്ലാം പ്രത്യേക ഡിവിഷൻസ് ഉണ്ട്. ഇതിനൊക്കെ ക്ലാസ് വേണമെന്നുള്ളവർ കമൻറ്റ് ബോക്സിൽ മെസ്സേജ് ഇടുക. ഇതിന് സെപ്പറേറ്റ് ക്ലാസ്സുകൾ എടുക്കുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.